ചെറിയ ഇടവേളയ്ക്ക് ശേഷം സമരം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കർഷകർ മറ്റന്നാൾ ഡൽഹിയിലെത്തണമെന്ന് ഡൽഹി ചലോ സമരസമിതി നേതാവ് സർവാൻ സിംഗ് പാറ്റ്നറും ജഗ്ജിത് സിംഗ് ദല്ലേവാലയും ആഹ്വാനം ചെയ്തു. ഈ മാസം 10-ന് രാജ്യവ്യാപകമായി ട്രെയിൻ തടയും. ഡൽഹി ചലോ സമരത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നും നേതാക്കൾ അറിയിച്ചു. കർഷക സമരത്തിനിടെ കണ്ണീർവാതക ഷെൽ തലയിൽ പതിച്ച് കൊല്ലപ്പെട്ട യുവ കർഷകൻ ശുഭ്കരൺ സിംഗിനായുള്ള പ്രാർത്ഥനാ യോഗത്തിനു ശേഷം കിസാൻ മസ്ദൂർ മോർച്ച നേതാവ് സർവാൻ സിംഗ് പാറ്റ്നറാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. ശംഭു ഖനൌരി അതിർത്തികൾ കൂടാതെ ബഠിൻഡ ദബ്വാലി അതിർത്തിയിലും സമരം ശക്തമാക്കും. ഇവിടേക്ക് കൂടുതൽ കർഷകരെത്തും. ഹരിയാന പോലീസിന്റെ ഭാഗത്തുനിന്നും അടിച്ചമർത്തലുണ്ടായില്ലെങ്കിൽ സമാധാനപരമായ രീതിയിൽ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തും. വിളകൾക്ക് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 13-ന് പഞ്ചാബിൽ നിന്നും ഡൽഹി ചലോ മാർച്ച് ആരംഭിച്ചത്. സമരക്കാരെ ഹരിയാന പോലീസ് ക്രൂരമായി നേരിട്ടിരുന്നുവെന്ന് പലതവണ സംഘടനകൾ ആരോപിച്ചിരുന്നു. കേന്ദ്ര സർക്കാരുമായി നിരവധി ചർച്ചകൾ നടന്നുവെങ്കിലും ധാരണയിലെത്താനായിട്ടില്ല. കർഷകരെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ അനുവദിക്കാതെ ഹരിയാന പോലീസ് അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.